ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇൻവെർട്ടഡ് മല്ലു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു ക്ഷേത്രത്തിലാണ്. അതെ, കാളികുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ്. ഇത് എറണാകുളത്ത് വടക്കം പറൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭഗവതി ക്ഷേത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വലിയ വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില ആചാരങ്ങളും ചടങ്ങുകളാണ് ഇവിടെ നടത്തുന്നത്. ഇളയച്ചൻ്റെ വൈഫാണ് കൂടെയുള്ളത്, സജി ആൻറ്റി. സോ നമുക്ക് ഇന്ന് ത്രൂ ഔട്ട് ആൻറ്റീനെയും കാണാൻ പറ്റും കേട്ടോ. കൂടെ നമ്മൾ 4 പേരാണ് വന്നിരിക്കുന്നത്. ഞാൻ, ആൻറ്റി, അമ്മ, ഓമൂസൻ. ഓക്കെ, ഫസ്റ്റ് അമ്പലത്തിലേക്ക് കയറിയ പാടെ തന്നെ നമ്മൾ സ്പോട്ട് കണ്ടുപിടിച്ചു എവിടെയാണ് നമ്മൾ പൊങ്കാല ഇടാൻ ഉദ്ദേശിക്കണേന്ന്. അപ്പോൾ നമ്മൾ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ചൂട്ടും പാത്രങ്ങളും വേണ്ട സംഭവങ്ങളും ഇൻഗ്രീഡിയൻസും എല്ലാം നമ്മൾ തന്നെ കൊണ്ടുവരണം. അപ്പോൾ വെള്ളം നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടും. അവിടെ ക്ഷേത്രക്കുളത്തിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സ്പോട്ട് കണ്ടുപിടിച്ച ശേഷം ആൻറ്റിയും അമ്മയും കൂടി അരി ആയിട്ട് അമ്പല നടയിലേക്ക് പോയി അവിടെ നമ്മൾ കുറച്ച് അരി പങ്കായിട്ട് അവിടെ കൊടുക്കും, ദേവിക്ക് നടയിൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് വന്നിട്ടാണ് നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടൊക്കെ കത്തിച്ച് പരിപാടികൾ തുടങ്ങുന്നത്. അപ്പോൾ തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി തേങ്ങാപ്പീരിടുന്നതാട്ടോ ഈ കാണുന്നത്. സോ ഇവിടെയൊക്കെ പൊങ്കാല എന്ന് പറയുന്നതിലും കൂടുതൽ കലം വയ്ക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി പേര് കലം വയ്ക്കുന്നതിൻ്റെ ഇടയിൽ പുക അടിച്ചിട്ട് പോകുമ്പോൾ പേപ്പർ വെച്ചിട്ട് ആ പുക കളയാൻ നോക്കുന്നതായിരിക്കും കാണുന്നത്. സാധാരണ അമ്പലത്തിലൊക്കെ നമ്മൾ വഴിപാട് നടത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ പ്രസാദം വാങ്ങിക്കൊണ്ട് വരുന്നതാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ പൊങ്കാലിടുക അല്ലെങ്കിൽ ഇതുപോലത്തെ ചടങ്ങുകൾ വരുമ്പോൾ നമ്മൾ തന്നെയാണ് ദേവിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടുകൂടി ഓരോന്ന് ചെയ്ത് അതിൻ്റെ പ്രസാദവും നമ്മൾ തന്നെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് മെയിനായിട്ടൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ മാനസികാവസ്ഥയും പിന്നെ ഓരോരുത്തരും ചെയ്യുന്ന രീതിയിലും വ്യത്യസ്തത ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ വളരെ ഡിഫറെൻ്റാണ്. ഇപ്പോൾ അമ്മനായിട്ട് സംസാരിക്കുന്നത് എൻ്റെ അമ്മാവൻ്റെ വൈഫാണ്. നമ്മൾ അവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. അവിടുന്ന് ആൻറ്റിയും ഷൈനാൻറ്റി എന്നാണ് പേര്. ഷൈനാൻറ്റിയും ഇപ്പോൾ വരുന്നത് സുരേഷങ്ങളാണ്. അങ്കിളും ഫാമിലിയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അവരപ്പുറത്ത് പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദൂരെയായിട്ടാണ് അവർ ഇരിക്കുന്നത്. അപ്പോൾ വൺസ് പൊസിഷനെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാട്ടോ നമ്മളിവരെയും കണ്ടത്. എനിവേ ഇതാ തകൃതിയായിട്ട് നമ്മുടെ പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. സ്മെല്ല് വരുന്നോറും മോമും ഇവിടെ റെസ്റ്റ്ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ സൈഡിൽ കുറച്ച് പേര് നമ്മൾ വന്ന സമയത്ത് അധികം തിരക്കുണ്ടായില്ല. അപ്പോൾ പിന്നീട് നല്ല തിരക്ക് കൂടുകയാണ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ കാണുന്നത് പായസത്തിൽ നമ്മൾ നെയ്യ് കൊഴിച്ചു. ലാസ്റ്റ് സ്റ്റേജാണ് പൊങ്കാലയിൽ. ഇതിൽ നമ്മൾ പഴം ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ശർക്കര, പീര, തേങ്ങപ്പീര, പിന്നെ നെയ്യ്, ഏലക്ക ഒക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പഴവും കൂടി ചേർത്താകുമ്പോൾ നന്നായിട്ട് ഇളക്കി ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓമു പറയുന്നുണ്ട് നിറച്ച് എന്താണ് പുകയാണ്, ചാരാണ്, മേത്തൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓമു. അപ്പോൾ ഇത് നിർത്താതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കുന്ന കാരണം നമ്മുടെ സ്റ്റൗ പോലെയല്ലല്ലോ, അടപ്പല്ലേ, പണ്ടത്തെ പരിപാടിയല്ലേ. അപ്പോൾ പക്ഷേ വല്ലാത്തൊരു ഫീലാണ്. എല്ലാവരും കൂടി ഒരേപോലെ അപ്പുറത്തുനിന്ന് തെണ്ടുണ്ടാക്കുന്നുണ്ട്, പിടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ഈ എല്ലാവരും പല സ്ഥലത്തുനിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്നവരും എല്ലാവരും പല സ്ഥലത്തുനിന്ന്. ഇതുപോലെ തന്നെ നമ്മൾക്ക് പരിചയമുള്ളവരുണ്ടാവും, പരിചയമില്ലാത്തവരുണ്ടാവും. പക്ഷെ എല്ലാവരും കൂടി ഒരു ഒത്തുചേർന്നത് ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീൽ ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്ത് ഓൾമോസ്റ്റ് നമ്മുടെ ഫിനിഷായി. അപ്പോൾ നമ്മളൊന്ന് ഒതുക്കി വെച്ചിട്ട് പതിയെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് തൊഴാനെന്ന് പോകുമ്പോൾ ഇത് ചെരുപ്പ് ഊരാൻ പറയുകയാണ്. അപ്പോൾ അവൻ കാലിൽ മണ്ണാവും, നിറച്ച് ചാരാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതികൾ പറയുക. പക്ഷെ നമ്മൾ അവിടെ നടക്കുമ്പോഴേ ഇവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് പിടി ചെയ്യുന്നതാണ് ഒരു സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിടി വേവിക്കാൻ വെച്ചിരിക്കുന്നതാണ് ഈ ഒരു സെറ്റ്. അത് കഴിഞ്ഞ് നമ്മളത് മുന്നോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൈയും കാലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് കൈയും കാലമൊക്കെ കഴുകി അവിടെ നിന്ന് ഒന്ന് വൃത്തിയായിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് കയറും. എന്താടാ
ഈ കഴുകലിൻ്റെ ഇടയിൽ ഓമൂസിൻ്റെ മേത്ത് കുറച്ച് വെള്ളമായി എന്നും പറഞ്ഞാൽ ആകെ പ്രശ്നമായി. അവനാണെങ്കിൽ വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഡ്രസ്സെല്ലാം മാറും. പിന്നെ ഒരു കണക്കിന് അവിടെ നിന്ന് നമ്മൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് അമ്പലത്തിലെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഞാനാണെങ്കിൽ ഇപ്പോഴാണ് കയറുന്നത്. ആദ്യം എനിക്ക് ഇവർ വീട് വെക്കുന്ന സമയത്ത് കയറി നോക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ നോക്കി അവിടെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുമ്പോൾ ഒരു ചെറിയ അമ്പലമായിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി ആൾക്കാർ കൂടി ചേർന്ന ഒരു ക്ഷേത്രമാണത്. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴുള്ള ഒരു ഫീലും വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ്. ഒരു നടയിൽ അവിടെ ഭദ്രകാളിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പല വഴിപാടുകളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിലൊന്നാണ് ഈ പാറയെടുക്കൽ. അപ്പോൾ അത് ആൻറ്റി ചെയ്യാണ്. ആൻറ്റിയുടെ പേര് ഞാൻ പറയാൻ പറ്റൂല്ലേ നിങ്ങളുടെ അടുത്ത്. സജി ആൻറ്റി എന്നാട്ടോ പേര്. സോ സജി ആൻറ്റിയും അമ്മയും ഓമൂസനും കൂടി പ്രസാദമൊക്കെ വാങ്ങി തൊട്ടു. അതൊക്കെ കഴിഞ്ഞ് പതിയെ വലം വയ്ക്കുകയാണ്. അപ്പോൾ വലം വെച്ച് നമ്മൾ വരുമ്പോൾ അതിവിടെ കാണാം ഓരോരുത്തർ ഇനി ചെയ്യാൻ വേണ്ടി പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ട് വീത് കൊടുക്കുന്നതാണ് ഈ സൈഡിൽ കാണുന്നത് കേട്ടോ. കണ്ടോ കുറേ പേര് കലമായിട്ട് വരുന്ന അതിൽ അരിയാണ് വീത് കൊടുക്കുന്നതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പ്രദക്ഷിണമൊക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയുണ്ടോ. അതെല്ലാവരും ആൾക്കാർ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വൈകുന്നേരത്തിലാണ് ഒരു ഓമൂൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. ഒരു 3:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പം നല്ല ചെണ്ട മേളം ഒക്കെ ആയിട്ട് ഫീലിങ്ങനെ ഡിഫറെൻ്റ് ആയി തുടങ്ങിയതാ. ഈ കാണുന്നതാട്ടോ തെണ്ട് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് ഭയങ്കര ഒരു ലെങ്തി പ്രോസസ്സാണ് തെണ്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പുകയും ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടി നമ്മൾ നടക്കുകയാണ്. നിറയെ ചാരാട്ടോ. അപ്പോൾ ഈ തെണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒതുക്കില്ലേ. അപ്പോൾ തന്നെ ഈ ചാര ഇങ്ങനെ നന്നായിട്ട് പറന്ന് ഇങ്ങോട്ട് നമുക്ക് മേത്തിക്കാവും. ഇതിൻ്റെ ഇടയിൽ ഓന് മീശയൊക്കെ വന്നായിരുന്നു. പക്ഷേ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ എല്ലാ പ്രദക്ഷിണവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ അമ്മാവനമ്മായി പോയി. അവർ പോയത് കണ്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് നമ്മളുടെ ഓട്ടോ ചേട്ടനെ നമ്മൾ ഓട്ടോനാണ് വന്നത്. പുള്ളിനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്ത് ചോദിക്കുകയായിരുന്നു അവർ സാറ്റിസ്ഫൈഡ് ആണോ, അവർ ഹാപ്പിയാണോ. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ഈ വർഷത്തെ വലിയ വിളക്കിനോടനുബന്ധിച്ച് നമ്മൾ പൊങ്കാലിക്കിട്ട് അമ്മ മനസ്സ് നിറഞ്ഞ് നിർവൃത്തിയോടുകൂടി നമ്മൾ പോവുകയാണ്. അപ്പം നമ്മുടെ നാരായണൻകുട്ടി ചേട്ടൻ്റെ ഓട്ടോ വന്നു കയറി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എത്രയുള്ളൂ. കൂടുതൽ പുതിയ കാഴ്ചകളായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.